ഇരുനില കെട്ടിടത്തിൻ്റെ മുന്നിലെത്തിയതും ഒന്ന് നിന്നു. കയറാതെ എങ്ങനെയാ? എന്തായാലും ഇവിടെ വരെ വന്നു പോയില്ലേ. എന്തായാലും ഇനി നന്ദനെ കണ്ടിട്ട് പോകാം. അയാൾ മുറ്റത്തേക്ക് നടന്നു. കോളിംഗ് ബെൽ അമർത്തി. അല്പം കഴിഞ്ഞതും നന്ദൻ വന്ന് വാതിൽ തുറന്നു. പതിവ് പോലെ കയ്യിലൊരു ഡയറിയും കക്ഷത്തിലൊരു ബാഗുമായി നാരായണേട്ടനെ കണ്ടതും അവൻ്റെ മുഖം വാടി. അന്നാട്ടിലെ പേരുകേട്ട ബ്രോക്കറാണ് നാരായണൻകുട്ടി. മോനെ പോവല്ലേ. നാരായണേട്ടാ, ഞാൻ എത്ര വട്ടം പറഞ്ഞു എനിക്കൊരു കല്യാണം വേണ്ടാന്ന്. മോനെ അങ്ങനെ പറയല്ലേ. മോൻ ദേ ഈ ഫോട്ടോ എന്ന് നോക്കിക്കേ. ഹാ, ആരോ ഇത്? നാരായണനോ? എന്താ നാരായണ, പുതിയ ആലോചന വല്ലതും ആണോ? എൻ്റെ സരസ്വതി അമ്മേ, നിങ്ങളിതൊന്ന് നോക്കിക്കേ. നല്ല കുട്ടിയാ. എവിടെ നോക്കട്ടെ. അവർ നാരായണൻ്റെ കയ്യിൽ നിന്നും ഫോട്ടോ വാങ്ങി നോക്കാൻ തുടങ്ങി. നന്ദൻ അത് കണ്ടിട്ടും ഒന്നും മിണ്ടാതെ സ്റ്റെയർ കേഴ്സ് കയറാൻ തുടങ്ങി. പെട്ടെന്ന് പിന്നിൽ നിന്ന് അമ്മയുടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. എൻ്റെ അമ്മേ, ഈ കല്യാണം നടത്താം എന്നാണ് പറയാൻ വന്നതെങ്കിൽ വേണ്ട. ഇനി എൻ്റെ അമ്മയെ മുറിക്കുള്ളിലിട്ട് പൂട്ടാനും പട്ടിണിക്കിടാനും ആരും ഇങ്ങോട്ട് വരണ്ട. ഞാൻ നോക്കിക്കോളാം എൻ്റെ അമ്മയെ. നന്ദൻ അതും പറഞ്ഞ് മുകളിലേക്ക് കയറി. അച്ഛൻ മരിച്ച ശേഷം തനിക്കെല്ലാം തൻ്റെ അമ്മ തന്നെയാണ്. കണ്ണീരോടെ അവൻ പഴയതെല്ലാം ഓർത്തെടുക്കാൻ തുടങ്ങി. കൂട്ടുകാരൻ്റെ റെക്കമെൻഡിൽ ബാംഗ്ലൂരിലെ വലിയ ഓഫീസിൽ നന്ദന് ജോലി കിട്ടി. അന്ന് വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിലേക്ക് നന്ദനെ ട്രെയിൻ കയറ്റിവിട്ട ശേഷം സരസ്വതിയും വിശ്വനാഥനും മടങ്ങവെയാണ് അത് സംഭവിച്ചത്. ഒരാക്സിഡൻറ്റ്. ബോധം പറഞ്ഞ സരസ്വതി ദിവസങ്ങളോളം ഐസിയുവിൽ കിടന്നു. വിശ്വനാഥൻ അപ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നു. ഒന്നും അറിയാതെ അപ്പോൾ നന്ദൻ ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിലായിരുന്നു. സരസ്വതി കണ്ണുകൾ തുറന്നതും തിരഞ്ഞത് വിശ്വനാഥനെയാണ്. പക്ഷേ ഈ ഭൂമിയിൽ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്ന് കേട്ടതും നിലവിളിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയ അവർക്ക് അപ്പോഴാണ് മനസ്സിലായത്, തൻ്റെ കാലുകൾ ഇനി ചലിക്കില്ല. കിടക്കയിൽ കിടന്ന് അവർ നിലവിളിച്ചു. പിറ്റേന്ന് കാര്യങ്ങൾ അറിഞ്ഞ് നന്ദൻ മടങ്ങിയെത്തി. പിന്നീട് ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയ നന്ദൻ അമ്മയോടൊപ്പം എപ്പോഴും ഉണ്ടാകുമായിരുന്നു. തളർന്നുപോയ മനസ്സിനെ അവൻ ഒരുപാട് നാളത്തെ ശ്രമം കൊണ്ട് പഴയതുപോലെയാക്കി. നാളുകൾക്ക് ശേഷം നന്ദന് ഒരു വിവാഹാലോചന വന്നു. നിമിഷ പണ്ട് കോളേജിൽ കൂടെ പഠിച്ചതാണ്. വിവാഹത്തിന് താല്പര്യമില്ലാതിരുന്നിട്ടും എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി നന്ദൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി. കല്യാണം കഴിഞ്ഞ് അധികം നാൾ കഴിയുന്നതിന് മുൻപേ നന്ദൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. കണക്കറ്റ സ്വത്തുക്കളിൽ മാത്രമായിരുന്നു അവളുടെ കണ്ണ്. അതിനിടയിൽ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനൊന്നും അവൾക്ക് താല്പര്യമില്ലായിരുന്നു. നന്ദൻ ഓഫീസിലേക്ക് പോയാലുടൻ തുടങ്ങും പ്രശ്നങ്ങൾ. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും ആവാതെ കിടക്കുന്ന അമ്മയെ അവൾ തിരിഞ്ഞു പോലും നോക്കില്ല. ഏതു നേരവും ഒരു ഫോണും പിടിച്ച് നടപ്പ്. നിങ്ങളുടെ പേരും പറഞ്ഞ നന്ദേട്ടൻ എന്നെ എങ്ങോട്ടും കൊണ്ടുപോകാത്തത്. നിങ്ങളിവിടെ തനിച്ചാകുമെന്നും പറഞ്ഞ്. നാശം, ചാകുകയില്ലല്ലോ. അടുക്കളയിൽ പാത്രം കഴുകുന്നതിനിടയിൽ അവൾ പറഞ്ഞു, മോളെ എന്താ? ഇത്തിരി വെള്ളം തരുമോ? വെള്ളമല്ലേ അവിടെ ഇരിക്കുന്നേ, എടുത്ത് കുടിക്കരുതോ? അതും പറഞ്ഞ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചിരുന്ന ഫോണും കയ്യിൽ പിടിച്ച് അവൾ മുറിയിലേക്ക് പോയി. ദിവസങ്ങൾ മുന്നോട്ട് പോയി. വീട്ടിൽ നടക്കുന്നതൊന്നും നന്ദൻ അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം ഓഫീസിൽ നിന്ന് നേരത്തെ വീട്ടിലെത്തിയ അയാൾ കണ്ടത് വെള്ളമെടുത്ത് കുടിക്കാൻ പാടുപെടുന്ന അമ്മയെയാണ്. അമ്മയ്ക്കിത് അവളോട് പറഞ്ഞാൽ പോരെ, എടുത്തു തരില്ലേ? അവൾക്കവിടെ 100 കൂട്ടം പണിയുള്ളതല്ലേ മോനെ. നിമി, ഇവിടുത്തെ എവിടെ പോയി കിടക്കുന്നു? നന്ദൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഹെഡ്സെറ്റും ചെവിയിൽ വെച്ച് കട്ടിലിൽ മലർന്നു കിടക്കുന്ന അവളെയാണ് കണ്ടത്. നീ ഇവിടെ കിടക്കുവാണോ? താഴെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാതെ? ഹോ, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന് കിടന്നേ ഉള്ളൂ. അല്ല, ജോലിക്കാരി വെക്കുന്ന കാര്യം എന്തായി? ജോലിക്കാരിയോ? ഇപ്പോൾ ഒരു ജോലിക്കാരിയുടെ ആവശ്യമുണ്ടോ? പിന്നില്ലാതെ. അമ്മയുടെ കാര്യങ്ങളൊന്നും നോക്കാൻ എനിക്ക് വയ്യ. അടുക്കളയിലെ പണിയും മടുത്തു. നിമി, നമുക്ക് വഴിയുണ്ടാക്കാം. നീ ആദ്യം താഴേക്ക് ചെല്ല്. ഞാൻ ചായ കൊണ്ടുവരാം. നിക്ക്. എന്താ? അമ്മയ്ക്ക് ചായ കൊടുത്തോ? കട്ടിലിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്ത അവർക്കെന്തിനാ ചായ? നിമ്മി, ദേഷ്യപ്പെടണ്ട. നിങ്ങളുടെ അമ്മയെ ശുശ്രൂഷിക്കാനല്ല ഞാനിവിടെ വന്നത്. ഏത് നേരവും മലവും മൂത്രവും കോരി മടുത്തു. ഇനിയിപ്പോൾ ചായ കൊടുത്താൽ അപ്പം മൂത്രം ഒഴിക്കാൻ മുട്ടും. എനിക്കങ്ങും വയ്യ. അവളുടെ ആ വെറുപ്പോടെയുള്ള സംസാരം കേട്ട് കരണക്കുറ്റിക്കിട്ട് ഒന്ന് പൊട്ടിക്കാനാണ് തോന്നിയത്. അരിശം കയറിയ നന്ദൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിങ്ങളിത് എവിടെ പോവാ? പിന്നിൽ നിന്നുള്ള അവളുടെ ചോദ്യം അവൻ ശ്രദ്ധിച്ചില്ല. അന്ന് തിരികെ വന്നപ്പോൾ ഒരുപാട് ഇരുട്ടിയിരുന്നു. പുറത്ത് വെട്ടമൊന്നും കാണാഞ്ഞ നന്ദൻ ഇവളിത് എന്നാ എടുക്കുക ലൈറ്റിടാതെ എന്നും പറഞ്ഞ് അരിശപ്പെട്ടുകൊണ്ട് അകത്തേക്ക് കയറി. വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അകത്തേക്ക് വന്നപ്പോൾ ആരെയും കണ്ടില്ല. മുറിക്കുള്ളിൽ തനിച്ചിരുന്ന് കരയുന്നുണ്ട് അമ്മ. അമ്മ എന്തിനാ കരയുന്നേ? അവളെന്തേ? അവൾ പോയി. ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലെന്ന് പറഞ്ഞാ പോയത്.
അത് കേട്ടത് ഒന്നും മിണ്ടാതെ അവൻ മുറിയിലേക്ക് വന്നു. വേഷം പോലും മാറാതെ കട്ടിലിൽ കിടന്ന്. അപ്പോഴാണ് ഫോണിൽ മെസ്സേജിന്റെ മണിമുഴക്കം കേട്ടത്. അവൻ ഫോണിന്റെ ലോക്ക് അഴിച്ച് അതിലേക്ക് നോക്കി. അവളാണ്. നിങ്ങളുടെ അമ്മ കൂടെയുള്ളിടത്തോളം കാലം ഞാനിനി ആ വീട്ടിലേക്ക് വരില്ല. അവനൊന്നും പറയാൻ പോയില്ല. ഫോൺ ഓഫ് ചെയ്ത് അമ്മയുടെ അരികിലേക്ക് ചെന്നു. അമ്മയപ്പോൾ ഉറക്കം പിടിച്ചിരുന്നു. അന്ന് രാത്രി അമ്മയോടൊപ്പമാണ് അവൻ ഉറങ്ങിയത്. പിറ്റേന്ന് രാത്രി ഒരുപാട് കുടിച്ചു. ആദ്യമായും അവസാനമായും. ഇനിയുള്ള ജീവിതം അമ്മയ്ക്ക് വേണ്ടി മാത്രമെന്ന് തീരുമാനവും എടുത്തു. മദ്യപിച്ച് ബോധം പോയ നന്ദനെ കൂട്ടുകാർ താങ്ങിയെടുത്ത് വീട്ടിലെത്തിച്ചു. ഒരു ദുസ്വപ്നം കണ്ടതുപോലെ ആ നശിച്ച ഓർമ്മകളിൽ നിന്നുണർന്ന് മുഖം താഴ്ത്തിയിരിക്കുന്ന അമ്മയുടെ അരികിലേക്ക് അവൻ നടന്നു. ആ കണ്ണുകൾ തുടച്ചു. പിന്നീട് ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ ബ്രോക്കർക്ക് വാക്കുകൊടുത്തു. നാളെ ഞാൻ വരും പെണ്ണ് കാണാൻ. അതീവ സന്തോഷത്തോടെ നാരായണേട്ടൻ ബാഗും എളിയിൽ തിരുകി പുറത്തേക്ക് നടന്നു. പിറ്റേന്ന് കാലത്തെ തന്നെ പുറപ്പെട്ടു. ഒരു ഓടിട്ട പഴയ തറവാട്ടുമുറ്റത്ത് കാറ് നിന്നു. ഇതാണ് വീട്. നാരായണേട്ടൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെ നന്ദൻ വീടും പരിസരവും നോക്കിക്കൊണ്ട് നിന്നു. നല്ല ഐശ്വര്യമുള്ള വീടും പരിസരവും. തൊടിയിൽ ചില്ലറ കൃഷികളും കണ്ടു. എന്താ പുറത്ത് നിൽക്കുന്നേ? വരൂ, അകത്തേക്ക് വരൂ. സാമാന്യം പ്രായമുള്ള ഒരു മനുഷ്യൻ തോളിൽ തോർത്തുമിട്ട് വരാന്തയിലേക്ക് വന്നു. കുട്ടിയുടെ അച്ഛനാ. നന്ദൻ അകത്തേക്ക് കയറി അരമതിലിരുന്നു. അകത്തുനിന്നും പാദസരത്തിന്റെ കിലുക്കം അവന്റെ കാതുകളിലെത്തി. ഒറ്റ മോള ഈ കാണുന്ന വീട് സ്ഥലമൊക്കെ അവൾക്കാ. അയാൾ അത് പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു ട്രേയിൽ 3-4 പേർക്കുള്ള ചായയുമായി അവൾ വന്നു. നാണം കൊണ്ടാണോ എന്തോ അവൾ മുഖത്തേക്ക് നോക്കിയില്ല. ചുവന്ന ധാവണി ചുറ്റി, മുടിയിൽ തുളസിക്കതിരും ചൂടി, കണ്ണിൽ കൺമഷിയും കയ്യിൽ കുപ്പിവളകളും ഇട്ട നാടൻ പെണ്ണായിരുന്നു അവൾ. ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാട്ടോ. അത് കേട്ടതും അവൾ അകത്തേക്ക് പോയി. നാരായണേട്ടൻ പറഞ്ഞു തീർന്നതും വീണ്ടും കാണാനുള്ള കൊതി കൊണ്ട് അവളെ അന്വേഷിച്ച് അകത്തേക്ക് ചെന്നു. ജനലഴികളിൽ പിടുത്തമിട്ട് പുറത്തേക്ക് നോക്കി നിന്ന അവളുടെ അരികിലേക്ക് ഒരു ചെറു മന്ദഹാസത്തോടെ അവൻ ചെന്നു. ഇതുവരെ ഇല്ലാതിരുന്ന എന്തോ ഒന്ന് അവളെ കണ്ടപ്പോൾ തോന്നി. വാക്കുകളൊന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഒരു വിധം വിക്കി വിക്കി ലക്ഷ്മി എന്ന് പറഞ്ഞൊപ്പിച്ചു. അതായിരുന്നു അവളുടെ പേര്. എന്നെ ഇഷ്ടമായോ? അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാനൊരു 2ാം കെട്ടുകാരനാ. അറിയാം, നാരായണേട്ടൻ പറഞ്ഞു. ഭാഗ്യം. അവൻ ഒരു നെടുവീർപ്പിട്ടു. എന്താ? ഒന്നുമില്ല. എന്നെ ഇഷ്ടമായോ? അത് ഒരു കാര്യം പറഞ്ഞാൽ എന്നോട് വിഷമം തോന്നുമോ? ഇല്ല, പറഞ്ഞോളൂ. എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. അച്ഛൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെയാണ് ഒരുങ്ങിക്കെട്ടി നിന്നത്. അവളുടെ ആ വാക്കുകൾ ഇടിവെട്ടേറ്റതുപോലെ അവൻ്റെ നെഞ്ചിൽ പതിച്ചു. എൻ്റെ അച്ഛൻ ഒരു പാവമാണ്. എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സാധു. അമ്മയില്ലെനിക്ക്. വിവാഹം കഴിഞ്ഞാൽ അച്ഛൻ തനിച്ചായി പോകും. വേണ്ട, എനിക്ക് കല്യാണമൊന്നും വേണ്ട. അവളുടെ മറുപടി കേട്ട് അവൻ്റെ മുഖം വാടി. എന്തു പറയണമെന്നറിയില്ലായിരുന്നു. ഒന്നും മിണ്ടാതെ അവൻ പുറത്തേക്ക് നടന്നു. വാതിക്കൽ നിറഞ്ഞ കണ്ണുകളോടെ ആ മനുഷ്യൻ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ച് എനിക്ക് ലക്ഷ്മിയെ തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവനും ഒരു കാര്യം മനസ്സിലായത്. വളരെ കുറച്ച് സമയങ്ങൾ കൊണ്ട് ഇനി ഒരു കല്യാണം വേണ്ട എന്ന് തീരുമാനിച്ച തൻ്റെ മനസ്സിലേക്ക് അവൾ എത്രമാത്രം ആഴത്തിൽ പതിഞ്ഞു എന്ന്. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. വിവാഹശേഷം അച്ഛൻ ഒറ്റയ്ക്കായി എന്ന തോന്നൽ വരാതെ ഞാൻ നോക്കിക്കോളാം. പ്ലീസ് മോനെ. ഞാൻ എതിരൊന്നും പറയരുത്. ഞാൻ അടുത്ത ആഴ്ച എൻ്റെ അമ്മയും കൂട്ടി ഇവിടെ വരും. പടികളിറങ്ങുമ്പോൾ പിന്നിലേക്ക് നോക്കി അവൻ വിളിച്ചു പറഞ്ഞു. അധികം വൈകാതെ തന്നെ വിവാഹം നടന്നു. നിലവിളക്കുമായി നന്ദൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ പുഞ്ചിരിയോടെ അച്ഛനും നന്ദേട്ടനും പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.